ഒരു സ്റ്റെബിലൈസറിൻ്റെ കംപ്ലൈൻറ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലെങ്ങനെ ശരിയാക്കാൻ പറ്റും നോക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഫ്രിഡ്ജിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസറാണിത്. ഇത് V50 എന്ന് പറയുന്ന മോഡൽ. ഈ സ്റ്റെബിലൈസർ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇല്ലാത്തതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇത് നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും നോക്കാം. ഔട്ട്പുട്ട് റിലേ ഓണാകാത്തൊരു കംപ്ലൈൻറ്റാണ് ഇതിൻ്റെ. ഇൻപുട്ട് സപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് എടുക്കാനൊരു 5 മിനിറ്റിന് മുകളിൽ ടൈം എടുക്കും. 5 മിനിറ്റോളമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ ഫുള്ള് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഓൺ ആവുന്നില്ല. ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നില്ല. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെറും സിമ്പിളായിട്ട് 3 സ്റ്റെപ്പ് വോൾട്ടേജ് മെഷർ ചെയ്തിട്ട് നമുക്ക് ഈ കംപ്ലൈൻറ്റ് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. സാധാരണ ഈ ടൈപ്പ് സ്റ്റെബിലൈസർക്കെല്ലാം വരുന്നൊരു കംപ്ലൈൻറ്റാണിത്. നമുക്കിതൊന്ന് അഴിക്കാം. സാധാരണ ടെക്നീഷ്യന്മാർക്കായിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന കംപ്ലൈൻറ്റാണിത്. സാധാരണ വീട്ടിൽ തന്നെ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഇലക്ട്രോണിക്സ് സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഉപകാരപ്രദമായൊരു വീഡിയോയാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് തന്നെ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിത് അഴിച്ചു കഴിഞ്ഞു. ബൾബ് ഞാൻ ലോഡ് ചെയ്തിട്ടില്ല. നമുക്കിതിൻ്റെ വോൾട്ടേജ് ഒന്ന് നോക്കാം. ചെറിയ വളരെ സിമ്പിളായിട്ടുള്ള PCB കേട്ടോ. എല്ലാം 324 വെച്ചിട്ടുള്ള സാധാരണ സിമ്പിൾ PCB ആണ്. ഓക്കെ, ഞാൻ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് നമ്മുടെ LED കാണിക്കുന്നുണ്ട്, ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഫിൽറ്റർ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്യാം. ഫിൽറ്റർ കപ്പാസിറ്ററാണേ, ഡയോഡ് കഴിഞ്ഞിട്ടുള്ള ഫിൽറ്റർ കപ്പാസിറ്റർ. ഓക്കെ, നമുക്ക് 18 വോൾട്ട് അടുത്ത് കിട്ടുന്നുണ്ട്, അത് മതി. അപ്പോൾ കറക്റ്റ് ഫിൽറ്റർ കറക്റ്റാണ്. 18 വോൾട്ട് 19 വോൾട്ടൊക്കെ ഇവിടെ ഫിൽറ്റർ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നുണ്ട്, 18 വോൾട്ട് ഫിൽറ്റർ കിട്ടുന്നുണ്ട്. ഇതുണ്ട്, ഒരു സെനർ അവിടെ കിടപ്പുണ്ട്, അതിനോട് ചേർന്ന് അവിടെ ഒരു 6 വോൾട്ട് വേണം. രണ്ടാമത്തെ മെഷർമെൻ്റാണ് 6 വോൾട്ട്, അത് ഓക്കെയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു മെഷർമെൻ്റ് ഉണ്ട്, ഒരു 15 വോൾട്ട്. 15 വോൾട്ടും കറക്റ്റാണ്. ഞാൻ നെഗറ്റീവ് കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 3 വോൾട്ടേജ് മെഷർമെൻറ്റും കഴിഞ്ഞു. നമ്മൾ 6 വോൾട്ട് നമുക്ക് കിട്ടി, ഒരു 15 വോൾട്ടും. 2 സെനറും നമ്മുടെ വർക്കിംഗ് ആണ്. ഡിസ്കണക്ട് ചെയ്ത് AC. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഈ കപ്പാസിറ്റർ 100 മൈക്രോഫാരഡാണ് കപ്പാസിറ്റർ. ആ കപ്പാസിറ്ററാണ് നമ്മുടെ ടൈം ഓൺ ഡിലേ, നമ്മുടെ റിലേ കൺട്രോൾ ചെയ്യുന്ന കപ്പാസിറ്ററാണത്. ആ കപ്പാസിറ്റർ ഉണ്ടാകുന്ന കപ്പാസിറ്റൻസിൻ്റെ വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കാതെ വരുന്നത്. ആ കപ്പാസിറ്റർ പിന്നെ ഒരു കപ്പാസിറ്ററേ ഉള്ളൂ നമുക്ക് 47, പിന്നെ ഒരു ഫിൽറ്റർ കപ്പാസിറ്റർ വലുത്. അപ്പോൾ ഈ 100 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ ആണ് ഇതിനകത്ത് കൂടുതലായിട്ടും കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നത്, ഈ ഡിലേ ഓണാകാത്തത്. ആ കപ്പാസിറ്റർ നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. ആ കപ്പാസിറ്റർ നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ അത് കാണിക്കും നന്നായിട്ട്, പക്ഷെ അത് വർക്കിങ്ങിൽ ചിലപ്പം അതിൻ്റെ കപ്പാസിറ്റൻസിന് വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. പുതിയൊരു കപ്പാസിറ്റർ നമുക്ക് ഇതിനകത്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാവേ. 100 മൈക്രോഫാരഡ് 25 വോൾട്ടിൽ മുകളിലുള്ള ഏത് കപ്പാസിറ്ററാണ് നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മുടെ PCB ഡ്രൈവ് ചെയ്യാൻ വോൾട്ടേജ് 18 വോൾട്ടേ ഉള്ളൂ. ഓക്കെ, ഞാനത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ മാറിയ കപ്പാസിറ്റർ. ഇതിനടുത്ത് കാണുന്ന ഈ 2 പോയിൻ്റാണ് ടെസ്റ്റ് പോയിൻ്റ്. ഈ കപ്പാസിറ്റർ മാറിയ ശേഷം ഈ ടെസ്റ്റ് പോയിൻ്റ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അങ്ങനെ ഔട്ട്പുട്ട് കിട്ടിയാൽ നമ്മുടെ കംപ്ലൈൻറ്റ് സോൾവ് ആയെന്നതിനർത്ഥം. ഏത് കമ്പോണൻറ്റ് മാറിയും ടെസ്റ്റ് പോയിൻ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് കത്തി ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കംപ്ലൈൻറ്റ് പരിഹരിക്കപ്പെട്ടെന്നാണ് അർത്ഥം. ടെസ്റ്റ് പോയിൻ്റ് കത്തിയില്ലെങ്കിൽ ഫോൾട്ട് പിന്നെ ഉണ്ടെന്നാണ് അർത്ഥം. അതാണ് നമ്മുടെ കപ്പാസിറ്റർ മാറിയ പോയിൻ്റ്, അത് നമ്മുടെ ടെസ്റ്റ് പോയിൻ്റ്. നമ്മൾ ചെയ്ത് അവിടെ AC ട്രാൻസ്ഫോമറിന് വരും, അവിടെ DC വരും, ഡയോഡ് കഴിഞ്ഞ് ഫിൽറ്റർ കപ്പാസിറ്റർ ചെക്ക് ചെയ്യണം, ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് നമ്മുടെ ആ സെനർ 6 വോൾട്ട് ഉണ്ടോ എന്ന് നോക്കുക. അതുണ്ടെങ്കിൽ
15 വോൾട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കപ്പാസിറ്റർ മാറാം, ടെസ്റ്റ് പോയിൻ്റ് ഷോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി എല്ലാം 320 IC ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിന് AC ഒന്ന് കൊടുക്കാം. ഞാനൊരു ബൾബ് ലോഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സപ്ലൈ കൊടുത്ത് നോക്കാം. നമ്മുടെ ഇൻപുട്ട് ഓൺ ആയിട്ടുണ്ട്, ഔട്ട്പുട്ട് ഓൺ ആയിട്ടില്ല. ഇനി നമുക്ക് ചെയ്യേണ്ട ടെസ്റ്റ് പോയിൻ്റ് ഷോർട്ടാക്കി നോക്കാം. ഓക്കെ, നമ്മളെ ഫോൾട്ട് ഫൈൻഡ് ആയിട്ടുണ്ട്, കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. ഇൻപുട്ട് LED ഓണാണ്, ഔട്ട്പുട്ട് LED ഓണാണ്. നമുക്ക് ഔട്ട്പുട്ട് ലോഡും വർക്കാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ, ഇനി നമുക്കത് ഡിസ്കണക്ട് ചെയ്യാം. ഇനി ഇത് നോർമൽ അവസ്ഥയിൽ വർക്ക് ചെയ്തോളും, ടൈം ഡിലേ ആയിട്ട് വർക്ക് ചെയ്തോളും. ടെസ്റ്റ് പോയിൻ്റിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കത് ഓണാക്കി വെക്കാം. ഓക്കെ, ഇൻപുട്ട് ഓണായി. ഇനി നമുക്ക് ഒരു 4 മിനിറ്റ് അടുത്ത് വേണം. ഇനി നമുക്ക് ആ മാറിയ കപ്പാസിറ്ററിൽ ആ വോൾട്ടേജ് ഒന്ന് ഫൈൻഡ് ചെയ്യാവേ. ഉണ്ടോ, 0.7 0.4 വോൾട്ടിന് മുകളിൽ അവിടെ നമ്മുടെ കപ്പാസിറ്റർ ചാർജായി കഴിയുമ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്റർ ട്രിഗറാകും, IC ട്രിഗറാകും. അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ സ്വിച്ചിങ് കിട്ടും, അതുവഴി നമ്മുടെ റിലേ ഓണാകും. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് നമ്മുടെ റിലേ ഓണാക്കി കഴിയുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് AC നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ സിമ്പിൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ. വോൾട്ടേജ് നമുക്കൊന്ന് മെഷർ ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി. 2.1 4 വോൾട്ടിന് മുകളിലാണ്. ഞാനിത് ഫാസ്റ്റിലിട്ടാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ലെങ്ത് കൂടി പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് വളരെ ശ്രദ്ധിച്ചാൽ നമുക്കിതിനെ വീട്ടിൽ ചെയ്യാനുള്ളൂ. ഇതിനകത്ത് ലൈവായിട്ട് സപ്ലൈ വരുന്ന സൈഡ്, ആ വയറ് നിൽക്കുന്ന സൈഡുണ്ട്, അവിടെയൊന്നും നമ്മൾ ടച്ച് ആകരുത്, ഷോക്ക് ഉണ്ടാവും. ഓക്കെ, 3 വോൾട്ടിന് മുകളിലായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഡിലേ ഓൺ ടൈമർ ഓണായിരിക്കുകയാണ്. കപ്പാസിറ്റർ ചാർജായി, നമ്മുടെ റിലേ വർക്ക് ചെയ്തു, സപ്ലൈ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ മാറിയ കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. 4 വോൾട്ടിന് മുകളിലായിരിക്കും. ഓക്കെ, 4.4 കറക്റ്റാണ്. നമ്മുടെ കംപ്ലൈൻറ്റ് പരിഹരിക്കപ്പെട്ടു. ഇങ്ങനെ നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് ഇതുപോലെ കംപ്ലൈൻറ്റ് കിട്ടുകയാണെങ്കിൽ, സാധാരണ മൾട്ടിമീറ്ററും സോൾഡറിങ്ങും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.